ഗായ്സ്, ഞങ്ങൾ ഇന്ന് ചെറിയൊരു വേട്ടക്ക് ഇറങ്ങിയൊക്കെയാണ്. വേട്ട എന്ന് പറഞ്ഞാൽ ഫിഷിംഗ് ആണ് ട്ടാ. നമുക്ക് ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ടല്ല. ഫ്രണ്ട് സിനോൻ്റെ അലിഗേറ്റർ ഗാറിന് ഫീഡ് ചെയ്യാനായിട്ട് കുറച്ച് ലൈവ് ഫുഡ് വേണം. ഈ വല വീശണ സിനോൻ്റെ ഡാഡി ജോസഫ് ഏട്ടനാണ് ട്ടാ നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം സെറ്റാക്കി തന്നത്. ഇവിടെ ചെളി ഇത്തിരി സീനാണ്. ആദ്യത്തെ വീശിലൊക്കെ നല്ല ചെളിയാണ് കയറിപ്പോകുന്നത്. പിന്നെ സ്ഥലം മാറ്റി പിടിച്ച്. പിന്നെ അടുത്ത വീശൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കൊരു സമാധാനം കിട്ടി. കാരണം ഓരോ പരലിനെയൊക്കെ കണ്ടു തുടങ്ങി. ഈ വലയിൽ കുടുങ്ങിയ മീനുകളെ നമുക്ക് ജീവനോടെ തന്നെ വേണം. സൂക്ഷിച്ച് പിടിച്ച് എടുത്തില്ലെങ്കിൽ ഇവന്മാർ ഡെഡായി പോകും. അതൊരു ടാസ്ക്കാണ്. അങ്ങനെ കുത്തിയിരുന്ന് ഇവന്മാരെയൊക്കെ പതിയെ പതിയെ ഊരി മാറ്റി. ഇവിടെ ചെളി കൂടുതലായതുകൊണ്ട് ഓരോ പ്രാവശ്യവും വലയിലെ ചെളിയൊക്കെ കളഞ്ഞ് റീസെറ്റ് ചെയ്ത് വീശൽ പണിയാണ്. അതുകൊണ്ട് കുറച്ച് നേരം അവിടെ വീശി കിട്ടിയ മീനെയൊക്കെ പെറുക്കി വാരിക്കൂട്ടി ഞങ്ങൾ പ്ലാൻ ബി ഇട്ട് പുഴയിലേക്ക് പോയി വീശി നോക്കാമെന്ന് വിചാരിച്ച്. നമ്മളിപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് മൂവ് ചെയ്തേക്കാണ്. പുഴയിൽ മീൻ കിട്ടുമായിരിക്കൂലേ? പോയി നോക്കാം. ഇത് മീനുള്ള ഫുഡൊക്കെ റെഡിയാണ്. സാധനം ഇട്ട് എറിഞ്ഞു നോക്കാം. ഇവിടെയാണ് നമുക്ക് ഇപ്പോൾ വല വീശാനുള്ളത്. ഇപ്പോൾ നമ്മൾ കടവിലേക്ക് പോയി നോക്കാം. പുഴയിലേക്ക് വന്നപ്പോൾ ഞാൻ നല്ല എക്സൈറ്റഡ് ആയിരുന്നു. കാരണം നമ്മുടെ ആവശ്യത്തിനേക്കാൾ കൂടുതൽ മീൻ എന്തായാലും ഇവിടുന്ന് കിട്ടുമെന്ന് ഉറപ്പായിരുന്നു. 2 ദിവസമായി ഞങ്ങൾ ഹണ്ടിങ്ങിന് പോകാനായിട്ട് പ്ലാൻ ചെയ്യാണ്. ഇന്നാണെങ്കിൽ ഫീഡ് ചെയ്യാനായിട്ട് ലൈവ് ഫിഷും സ്റ്റോക്ക് തീർന്നിരിക്കുകയായിരുന്നു. ചൂണ്ടയിടാൻ പോയിട്ട് കാര്യമില്ല. ലൈവ് ഫിഷ് തന്നെ എന്തായാലും അലിഗേറ്ററിന് വേണം. അങ്ങനെ ഡാഡിയോട് സംസാരിച്ചപ്പോഴാണ് വീശുവല സെറ്റ് ചെയ്യാമെന്നും പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങി തിരിച്ചത്. ഡാഡിയുടെ ഒരു പാഷനാണ് ട്ടാ ഈ വല വീശല്. തീറ്റയൊക്കെ 2-3 സ്ഥലത്ത് ഇട്ടിട്ട് നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത്. മീനുകളൊക്കെ വന്ന് തീറ്റയൊക്കെ തിന്ന് മതി ഭ്രമിച്ച് സെറ്റായിട്ട് നിൽക്കണ്ടേ, എന്നാലല്ലേ നമ്മൾ വല വീശുമ്പോൾ അവന്മാർ വന്ന് കയറുള്ളൂ. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് ആദ്യത്തെ അറ്റംപ്റ്റ് ഡാഡി അങ്ങോട്ട് നടത്തി. വലയൊക്കെ വലിച്ച് കരപ്പൊക്കെ കയറ്റി കഴിഞ്ഞ് നോക്കിയപ്പോൾ ഒരു മീനൊക്കെ കിട്ടിയത്. ഇത് എന്ത് മീനാന്ന് എനിക്കൊരു പിടുത്തമില്ല. ഇതിൻ്റെ പേരും എനിക്കറിയില്ല. ഈ മീനിൻ്റെ പേര് അറിയണവർ ഒന്ന് കമൻറ്റ് ചെയ്യട്ടാ. അക്വേറിയത്തിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. ഒരു റെഡ് കളർ ടെയിലൊക്കെയാണ് ഇതിനുള്ളത്. അങ്ങനെ പിന്നെ നമ്മ തീറ്റയൊക്കെ ഇട്ട് വെച്ചേക്കണ ഓരോ സൈഡുകളിലും ഡാഡി കട്ടക്ക് ഓരോ അറ്റംപ്റ്റുകൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരുന്നു. ഈ പ്രാവശ്യം നമുക്ക് കുറച്ച് കോലാനാണ് കിട്ടിയത്. കോലാൻ്റെ ചെറിയൊരു ഗ്യാങ് ഇങ്ങോട്ട് പോന്ന്. ഇവന്മാരാ വലക്കണ്ണിയുടെ ഇടയിൽ നിന്ന് ജീവനോടെ ഊരി എടുക്കലായിരുന്നു ടാസ്ക്. കുറച്ച് പാട് കെട്ട്. പിന്നെ എല്ലാത്തിനെയും പതിയെ സമാധാനത്തിൽ ഊരി എടുത്ത്. കോലാൻ്റെ തലയുടെ ഷേപ്പ് കണ്ട, പല്ലൊക്കെ നല്ല ഷാർപ്പാണ്. നമ്മുടെ അലിഗേറ്ററിന്റെ പല്ല് പോലെ തന്നെ ഉണ്ട് ഏകദേശം. പിടിച്ച് സെക്കൻഡുകൾക്കുള്ളിൽ ഓരോരുത്തന്മാർ ചത്തൊക്കെ തുടങ്ങി. ഈ വീശ് പൊളിയാർന്ന്. ഒരു വലിയൊരു ഗ്യാങ് പരൽക്കൂട്ടം ഇങ്ങോട്ട് പോന്നിട്ടുണ്ട്. അത്യാവശ്യം കുറച്ച് പരലിനെ കിട്ടി നമുക്ക് ഈ വീശലിന്. പിന്നെ വലയൊക്കെ നിവർത്തിയിട്ട് പരലിനെ പിറക്കണ പണി തുടങ്ങി. എല്ലാം അത്യാവശ്യം നല്ല ലോക്കിൽ കിടക്കായിരുന്നു. നമ്മുടെ ആവശ്യത്തിൽ കൂടുതലുള്ള സാധനം എന്തായാലും ഇവിടുന്ന് കിട്ടി. കിട്ടിയ മീനുകൾ ഓരോരുത്തർ ചത്തും തുടങ്ങി. പിന്നെ ജീവനുള്ളമാരെങ്കിലും നമുക്ക് അലിഗേറ്ററിന് തിന്നാൻ കൊടുക്കാമല്ലോ. അപ്പോൾ ആ മൈൻഡിൽ നമ്മൾ ഇവിടുന്ന് പാക്കപ്പ് ചെയ്യാൻ തീരുമാനിച്ച്. മീനും സാധനങ്ങളൊക്കെ വണ്ടിയിൽ കയറ്റി ഞങ്ങൾ ഫാമിലേക്ക് പോവുകയാണ്. ഇനിയിപ്പോൾ എത്രയും പെട്ടെന്ന് ഫാമിലെത്തണം. എന്നാലുള്ള ലൈവ് ഫുഡായിട്ട് നമുക്ക് അവന് കൊടുക്കാൻ പറ്റുള്ളൂ.
ചെന്നപ്പോൾ തന്നെ ഒരു ലൈവ് പരലിനങ്ങോട്ട് ഇട്ട് കൊടുത്ത്. ആളൊന്ന് നാണിച്ച് മടിച്ചൊക്കെ നിന്ന് നമ്മ മുമ്പിൽ നിൽക്കണാരനാണ്. നമ്മ അവിടുന്ന് മാറിയ ആള് അപ്പം തന്നെ അകത്താക്കും. പിന്നെ പതിയെ ഷോയൊക്കെ മാറ്റി വെച്ച് പതിയെ ഒന്ന് കടിച്ചെടുത്ത് ഒന്ന് താളം ചവിട്ടി റൗണ്ടൊക്കെ കറങ്ങിയൊക്കെ വന്ന് ആളെ അകത്താക്കിയിട്ടതിനാ. പിന്നെ അടുത്തതിന് ഇട്ട് കൊടുത്തിട്ട് മൂപ്പര് മൈൻഡും കൂടി ചെയ്തില്ല. എന്നാ എങ്ങനെയെങ്കിലും ഒന്ന് തിന്നു തരുമെന്നുള്ള മട്ടില് തലയുടെ അടുത്ത് കൂടിയൊക്കെ കുറെ നേരം ഒന്ന് കറങ്ങി നോക്കി പരല്. എവിടെ ഒരു രക്ഷയില്ല. മൂപ്പരിക്ക് വിശപ്പൊക്കെ മാറി കയറുന്നു തോന്നണം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കമന്റൊക്കെ ചെയ്തേക്കിട്ടാ. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് എൻ്റെ എനർജി. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണൊക്കെ അമർത്തി നമ്മൾ കട്ടൊക്കെ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്തേക്ക്. ഇഷ്ടപ്പെടാത്തവർ എന്താണ് കാരണം എന്ന് കമന്റിലൂടെ ഒന്ന് അറിയിച്ചേക്ക്. അപ്പോൾ ഓക്കെ, ബൈ ഫ്രം പെറ്റ് സൈക്കിൾ.